ഇവിടുത്തെ ലിവിങ് റൂമിൽ ഒരു ഭയങ്കര സെറ്റപ്പ് സംഭവം കാണിച്ചു തരാം. വളരെ അപൂർവമായിട്ട് ലോകത്തെ വളരെ അപൂർവ സാധനം വെച്ചേക്കുന്നതാണ്. അതായത് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നാണ്. പക്ഷെ എന്തൊരു ഭംഗിയായിട്ടാണ് വെച്ചേക്കണെന്ന് നോക്കി. ഇങ്ങനെയാണ് യൂറോപ്യൻ അടുക്കളകൾ. ഇവിടെ പാത്രം കഴുകാൻ ഡിഷ് വാഷർ, അത് നമുക്കൊക്കെ വേണ്ട ഒരു സാധനം. ഡിഷ് വാഷർ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരടുക്കള ഇതാണ്, അത് കാണിക്കാം. ഹോട്ട് പ്ലേറ്റ് ഇത് ചൂടായി തന്നെയാണ് കേട്ടോ. ആ പ്ലേറ്റ് ഇപ്പോൾ ചൂടായി വരും. ചുവന്ന് തന്നെ ഉണ്ടോ. ഓഫ് ചെയ്തിട്ടെ അവൻ ഇതൊക്കെ നമുക്കറിയാം. നമ്മളുടെ വീട്ടിലൊക്കെ എത്തിയേക്കുന്നതാണ്. കോഫി മേക്കർ ഇവിടെ ഇല്ലാണ്ട് പറ്റില്ല. ബ്രെഡ്, ഇവിടെ കുറച്ച് ടീകളുണ്ടാവും, പലയിലും ടീകൾ ഇതിനകത്തുണ്ടാവും. ശരിക്കും ഇത് ബ്രെഡ് ബാസ്ക്കറ്റാണ്. അതിനകത്ത് ടീസാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഒരു മനുഷ്യനില്ല, നമുക്ക് എല്ലാം മെസ്സേജ് ചെയ്യും, പാസ്വേഡൊക്കെ അങ്ങനെയാണ്. വേറെ സാധനം കാണിക്കാം, അതിനു വേണ്ടി കൂടിയാണ്. കുക്കിങ്ങിൻ്റെ പാനുകളുണ്ട്, കുറേ പാനുകളുണ്ടാവും. ഈ പാൻ എങ്ങനെയാണ് പിടിക്കുകയെന്നറിയാം. ഈ 2 പിടിയുണ്ട് കേട്ടോ. ഇത് തുറക്കാം, അപ്പോൾ മനസ്സിലാവും. ഇതതിനുള്ളതല്ല, ഇതതിനുള്ളത്. യെസ്, എന്താ ഇങ്ങനെയാണ് ആ പാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് പാനിനും ഈ 2 പിടികൾ വെച്ചിട്ട് കേട്ടോ. ഈ ചെറുതും വലുതുമായിട്ടുള്ള വലിയ പാനിന് വലിയ പിടി, ചെറിയ പാനിന് ചെറിയ പിടി. സിമ്പിൾ പരിപാടി. എത്ര പാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അടപ്പ് ചീനിൻ്റെ നമുക്കിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും റൂമിനകത്ത്. പാത്രങ്ങൾ പാൻ കാണിച്ചു. സ്പൂണ്, ഫോർക്ക്, നൈഫ് എല്ലാം വെച്ചിട്ടുണ്ടാവും. ചായ, കാപ്പി, ഇത് പ്ലേറ്റ്, വേസ്റ്റ് നേരെ ഇടുക. നല്ല ക്ലീനായിട്ട് റെഡിയാകും. പിന്നെ ക്ലീനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വൃത്തിയിടാക്കില്ലല്ലോ. അതിനകത്ത് കുറച്ചും കൂടി പാത്രങ്ങളുണ്ടാകും. സോസ് പോലത്തെ സാധനങ്ങൾ, ബട്ടർ പേപ്പർ, കുറേ അവർക്ക് നമ്മളെ മസാലകൾക്ക് വരെ ഒരുപാട് കുപ്പികളുണ്ടാവും. ഒരുപാട് ഇനം സോസുകളും മറ്റേ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. നല്ല ക്ലീൻ ഒരു കിച്ചൺ ഉണ്ടാവും. ഇത് ബേഗിറ്റ് എന്ന് പറയും. ഫ്രഞ്ച് ബ്രെഡാണ്. ഭയങ്കര കരിങ്കല്ല് പോലെ ഇരിക്കും. അവരിതാണ് കഴിക്കുക. ഇത് മുറിച്ചിട്ട് ഓരോ കഷ്ണം. ഫ്രിഡ്ജ് കാലിയാണ്. നമുക്ക് വേണ്ട എടുക്കാം. പാല് വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടൊക്കെ എടുക്കാം. മുട്ടയുണ്ട്, എന്തെടുക്കാം. ഇതുപോലെ അവർ മറ്റേ എയർ ഫ്രഷ്നർ ഇങ്ങനെയൊക്കെ ആയിരിക്കും വച്ചേക്കുക. ഇത് ഭംഗിയായിട്ട് വച്ചേക്കുന്നത് നോക്കി. ഇപ്പം ഇത്രയും ഇതിനകത്ത് ഞാനും ഒരാളേ ഉള്ളൂ. 2 വാഷ്റൂമുണ്ട്. വാഷ്റൂം നല്ല ക്ലീൻ, എല്ലാം നല്ല ക്ലീൻ ആയിരിക്കും. അതാ നമുക്ക് കുറേ കുടകളും വെച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ ചാവിയും ഗ്ലൗസുമാണ്. കുറേ കുടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, തണുപ്പത്ത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലൊക്കെ. പിന്നെ ഞാൻ കാണിക്കാട്ടോ ഒരു സാധനം കൂടി. എല്ലാം നല്ല വൃത്തിയായിട്ടാണ്. വേനൽ വരുമ്പോൾ ആ സാധനം വെയിലത്ത് ഷെയ്ഡായിട്ട് അത് ഉപയോഗിക്കാം. മൈ ബൈക്ക് ഈസ് ദെയർ. പാർക്ക് ചെയ്യണേ കാർ പാർക്കിങ് ഏരിയ വെച്ചേക്കുന്നു. വേറെ ഒന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ രാവിലെ മുതൽ കാണുന്നതാണ് ഈ പട്ടിയെ. ഭയങ്കര ആ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടു. അവനതിനിപ്പുറത്തേക്ക് വരികയില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ അവനിപ്പുറത്തേക്ക് വരില്ല. അപ്പം ഞാനകത്തേക്ക് വരുന്ന അവൻ ഓടുകയും ചെയ്യും. അവൻ പുറത്തായിരിക്കുള്ളൂ. അവിടെയൊക്കെ വീടുകൾക്ക് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഏരിയ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ കാറൊക്കെ പുറത്തായിരിക്കും. ഹലോ,
എന്നാലും വേണ്ട, അവൻ്റെ ഏരിയയാണ്. നോട്ടത്തിലൊന്നും ഫ്രണ്ട്ലിയാണ്, പക്ഷേ അവൻ്റെ ഏരിയയിലാണ് അവനകത്തേക്ക് ഓടിപ്പോയി. നേരത്തെ ഞാൻ വന്ന് വിളിച്ചു, വാലാട്ടിക്കൊണ്ട് വന്നിട്ട് ഓടിപ്പോയി. പുള്ളി ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ. എന്തൊരു ഫ്രണ്ട്ലി ആണെന്നറിയാം ഇവിടുത്തെ പട്ടികളൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് റൂമുകൾ. ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. നമുക്ക് ചാവി, ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ചെയ്തേക്കണ പോലെ ചാവി നമുക്ക് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ നമ്പർ, പാസ്വേഡ് അവർ അയച്ചു തരും. പാസ്വേഡൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ആ പാസ്വേഡ് വെച്ചിട്ട് അതിന് ചാവി എടുക്കുക, തുറക്കുക, അകത്ത് കയറുക. നമുക്ക് റൂം നമ്പർ പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ ചാവി ഉണ്ടാവും. എനിക്ക് പാസ്കോഡുകൾ ഉണ്ടാവും. അടച്ചു കഴിഞ്ഞാൽ ഞാൻ ചാവി എടുത്തില്ലെങ്കിൽ പണിയായി കേട്ടോ. ചാവി എടുത്ത് പോക്കറ്റിലിട്ടു ഭാഗ്യം. അല്ലെങ്കിൽ കേട്ടാ തുറക്കാം. സാറിനേലും അടച്ചാൽ തുറക്കാൻ പറ്റില്ല. ഇതേതായാലും അടച്ചാലും തുറക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് വൈകുന്നേരം ഒന്ന് കറങ്ങിയിട്ട് വരാം. മൈ സാരഥി. എന്തൊരു ആളുകൾ എന്നെ എത്ര കുറ്റം പറഞ്ഞു പറയും, ഇത്രയും പൈസ മുടക്കി ഇത്രയും വലിയ വണ്ടി എടുത്തതിന് ഇത്രയും കാറിന് പൈസയ്ക്കും പറയും. ഈ സാധനം കാറും ബെൻസും 6ഉം ഒക്കെ ഉള്ളവരുണ്ട്. എസ് ക്ലാസ് ബെൻസും ഫെരാരി ഉള്ളവർക്ക് 1000 കിലോമീറ്ററാണ് 5 കൊല്ലം കൊണ്ട് ഓടിയേക്കുന്നത്. ഫെരാരി ഉള്ള ആൾ 5 കോടിയുടെ, അതിനാരും കുറ്റം പറയില്ല. ഇത് നോക്കൂ, ഇത് 30 എത്രയോ രാജ്യങ്ങളായി, എത്ര കാലമായിട്ട് തന്നെ ചുമക്കുന്നു, ഒരു പ്രശ്നവുമില്ലാതെ. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ശരിയായിട്ടുള്ളത് ചിന്തിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോണു. ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് സ്ഥിരം ബൈക്കിംഗ് സ്റ്റൈലൊന്നുമില്ല. അതാ കണ്ടോ, ജാക്കറ്റൊക്കെ ഊരിയിടാൻ പറ്റി. 10 ഡിഗ്രിയിലാണ് ജാക്കറ്റൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. വെറുതെ ഷർട്ട് മാത്രം ഇട്ട്, അതിൻ്റെ ഒരു സുഖം. ഷർട്ട് മാത്രം ഇട്ട് നിൽക്കണതിൻ്റെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വണ്ടി എടുത്തൊന്ന് കറങ്ങട്ടെ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഒരു തരി ഉറങ്ങിയിട്ടുമില്ല. ഒരു തരി ഉറങ്ങിയില്ല, കാരണം റൂമൊന്നും കിട്ടിയില്ല. സ്ട്രീറ്റിലായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം ആഴ്ചയിലൊരിക്കലൊക്കെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. തണുപ്പായതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിക്കാറില്ല. മറ്റേത് ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കലാണ് പതിവ്. അപ്പോൾ ബൈ ബൈ.